ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ നല്ല ജോലി എടുത്തു, സിനിമ പ്രൂവ് ചെയ്തു. ഇല്ല, ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ഞാൻ അല്ലെങ്കിൽ പോസിറ്റീവ് അല്ല, ഞാൻ ഭയങ്കര പോസിറ്റീവ് അറിയാത്തോണ്ടാണ്. എൻ്റെ ക്യാരക്ടറുടെ പേര് സുഷിൻ ഷാ. ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. അപ്പോൾ ഞാനിന്ന് അവസാനം എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് രണ്ടാമെന്നാണ്. അപ്പം ഇതുവരെ ചെയ്യാത്ത പൊട്ടു കഥാപാത്രമായിട്ടൊക്കെ എനിക്കും തോന്നി, കണ്ടവർക്കും തോന്നി. അപ്പം പറയുന്നുള്ളൂ. മറ്റേ റിലീസാകുമ്പോൾ പടത്തെപ്പറ്റി സംസാരിക്കുന്നില്ല. എൻ്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു നമ്മുടെ തെലുങ്ക് പടങ്ങളിൽ വരുന്ന വില്ലന്മാരെ പുറത്ത് സെയിം ആ ലുക്കൊക്കെ ശരിക്കും അങ്ങനെ തന്നെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡി അല്ല അങ്ങനത്തെ ഒരു കഥാപാത്രമാണോ? ഇയാൾ ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്, അതുകൊണ്ടാണ് ബാംഗ്ലൂരിൽ അങ്ങനത്തെ ഒരു ലുക്കിലേക്കൊക്കെ എത്തിയത്. ഓൾമോസ്റ്റ് ചിത്തൂന് പറഞ്ഞ പോലെ ചിത്തു കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? അല്ല, അങ്ങനെ വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയുക, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പിന്നെ അയാൾ കറക്റ്റ് മലയാളമല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുട്ടേജൊന്നും വരാത്തതുകൊണ്ടാണ്. പുള്ളി കന്നഡയും മലയാളമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാളുടെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമുണ്ടെന്ന് തോന്നി. പടം കാണാൻ പോകുന്നതിന് മുമ്പ് ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. ഞാൻ അല്ലെങ്കിൽ പോസിറ്റീവ് അല്ല, ഞാൻ ഭയങ്കര പോസിറ്റീവ് അറിയാത്തോണ്ടാണ്. ഇല്ല, അതെന്നാ കുട്ടികൾ ചുമ്മാ, ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയതൊന്നുമല്ല. അവിടെ കുട്ടികൾ ചുമ്മാ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ യൂണിയൻ ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന്. എൻ്റെ ക്യാരക്ടറുടെ പേര് സുഷിൻ ഷാ. ഇതിൽ മ്യൂസിക് ചെയ്യുന്നു. ഇതൊക്കെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ്സ് ആണ് ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു പാറ്റേൺ പിടിക്കാൻ പറ്റി. കുറേ പാട്ടുകളുണ്ട്. പടം ഇറങ്ങുന്നു, എല്ലാവരും കാണാം. തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട്. ഇതേപോലെ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം പൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എൻ്റർടൈനറാണ്. മൊത്തത്തിൽ ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എൻ്റർടൈനർ പാക്ഡ് ആയിട്ടുള്ളൊരു പടമാണ്. അതിൻ്റെ അകത്ത് വേറെ അൺഎക്സൈറ്റ്മെൻറ്റ് എന്നല്ലേ പറയാം, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ, ചുമ്മാ തണ്ട്. അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെ ഉള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള
ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ട് ഉള്ളത് അങ്ങനെ പടം കാണുമ്പം അറിയില്ല, ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷ് ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം മലയാളം. സൗത്ത് ഇന്ത്യൻ എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകാം. സുജേട്ടാ, ചേട്ടാ ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു അർജുനല്ല അനിരുദ്ധ് ടൈപ്പ് പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലുമിനാറ്റിൽ ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ടെങ്കിലും കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറങ്ങുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അനിരുദ്ധ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്കൊക്കെ നോക്കുമ്പം ഈ സന്തോഷ് നായരനും അനിരുദ്ധൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്ന സാധനം. അപ്പം അങ്ങനത്തെ കുറച്ച് ചുമ്മാ യൂസ് ചെയ്യും, അതൊന്നുമില്ല. ചുമ്മാ എന്തെങ്കിലും ഒരു പറഞ്ഞല്ലോ, ഞാൻ ഇതുവരെയും ചെയ്യാത്ത സിനിമകളുടെ സ്വഭാവവും പെർഫോമൻസ് ആയാലും ഇങ്ങനെയൊരു സെറ്റിങ്ങിൽ ഇങ്ങനൊരു എന്താ പറയുക, ബാംഗ്ലൂരിൻ്റെ ഒരു കോളേജ് ലൈഫും സ്റ്റുഡൻറ്റ് ലൈഫും വേറൊരു സൈഡാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു പുതുമ തോന്നിയതുകൊണ്ടാണ്. ആവട്ടെ ആവട്ടെ. കുറെ കാണാനുണ്ട്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഈ പറഞ്ഞെല്ലാം ഉണ്ടോ? അല്ല, അങ്ങനെയല്ലല്ലോ, ഒരിക്കലും അല്ല. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെൻ്റ് ആകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പം ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം എന്ന് തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പം നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നൊന്നുമില്ല, അതിനെല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുമ്പോഴാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല, എല്ലാം ഓർഗാനിക്കായിട്ട് സംഭവിച്ചത്. ഡേ മോനെ എന്നുള്ളൊരു ഡയലോഗ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ ഡയറക്ടറിൻ്റെയും റൈറ്ററിൻ്റെയും മാത്രം ചോയ്സാണ്, അതോ പകുതിക്കാട് ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പം എനിക്ക് ഓർമ്മ വന്നത്, എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ എന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാനിത് ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങിയത്. പിന്നെ നസ്രിയൊക്കെ അത് എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി സെറ്റ്, ഭയങ്കര കോൺസ്റ്റൻ്റ് ആയിട്ട്. പെർഫോമൻസ് വൈസോ അതോ തൊണ്ടി മുതൽ ചെയ്യുമ്പം ഒരു ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എല്ലാം പോലീസുകാർ, നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണല്ലോ നമ്മളത് ഹയർ ചെയ്തത്. ഞാനും അലൻ ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജ് ചേട്ടൻ ആക്ടേഴ്സായിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പൊത്തും പറഞ്ഞ് ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മോഷ്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു, പോലീസ് അവരാണ് അതെല്ലാം ചെയ്തത്. എനിക്കത് ഭയങ്കര ഒരു, ഞാൻ അതുവരെ ചെയ്യാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. മൊത്തത്തിൽ ആ പടം ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു.
ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രം മാറും. അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്തെടുക്കുന്നത്? ഡയറക്ടറുമായിട്ട് ഇരുന്ന് സംസാരിച്ച് ഈ കഥാപാത്രം ഞാൻ ഈ ഇത്ര മീറ്റർ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ പറയും ഇത്ര മീറ്റർ മതി, അങ്ങനെ എങ്ങനെയാണ് ഒരു ചർച്ച വരുന്നത്? ഒരു ഷൂട്ടിന് പോകുന്നതിൻ്റെ ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവ് എന്നുള്ളത് ഇപ്പം ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടെ ചെയ്യണം, അല്ലെങ്കിൽ അതിൽ ഇത്രയും വേണ്ട, അത് ഷൂട്ടിൻ്റെ പ്രോഗ്രസ്സിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും. ഒരു എന്താ പറയുന്നത്, ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിൻ്റെ എല്ലാ വശങ്ങളും നമുക്കറിയായിരിക്കും. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. നമ്മൾ ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ അത് വർക്കാതെ പോലെ തോന്നും, അപ്പോൾ വീണ്ടും റീഷൂട്ട് ചെയ്യും. എനിക്ക് മുമ്പ് അറിയാവുന്നതാണ്. ഞാൻ വേലക്കാരനൊക്കെ വർക്ക് ചെയ്തിട്ട് എനിക്ക് കുറച്ച് മുമ്പ് അറിയാവുന്നതാണ്. എനിക്ക് അന്നും ഇന്നും ഞാൻ പുള്ളിയുള്ളപ്പോൾ ഞാൻ ഒരുപാട് ചിരിക്കാറുണ്ട്. എനിക്ക് അറിയാവുന്ന എന്നെ ഒരുപാട് ചിരിപ്പിക്കുന്നതാണ്. ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്ത മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നല്ലോ. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷിൻ പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയായിരുന്നു നോക്കി? നല്ല കാര്യം. എനിക്കെന്താ ചെയ്യാൻ പറ്റില്ല, അത് നല്ല കാര്യം. എനിക്ക് എൻ്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് മറ്റന്നാൾ റിലീസാവും. റിലീസായിട്ട് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കാണാം. ധ്യാൻ്റെ ഇന്റർവ്യൂ കാണാം. നമുക്കൊരു സിനിമയ്ക്ക് സിനിമ പറഞ്ഞുകൊണ്ടിരുന്ന സിനിമയ്ക്ക് ഹൈപ്പ് അല്ലെങ്കിൽ ഈ സിനിമ കാണുന്നത് ഒരു വിളംബരം പോലെയാണ് ഏത് മാർക്കറ്റിംഗ്. ഇപ്പം ഇന്റർവ്യൂ ആണെങ്കിലും വളരെ ഇതൊരു ഇന്റർവ്യൂ നമുക്ക് വന്നിട്ടില്ല. നമ്മൾ ടീമായി വന്നിട്ട് ആകെ ഒരു ഇന്റർവ്യൂ മാത്രം ഇന്റർവ്യൂ മാത്രം വന്നിട്ടുള്ളൂ. അത് നമുക്ക് കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് ഒരു ഇന്റർവ്യൂസിലേക്ക് വേണ്ട, അതിന് സമയക്കുറവാണ്, എന്താണെന്നാണ് ഞാൻ ഹൈദരാബാദാണ്. ഞാൻ പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകും വീണ്ടും. റിലീസിൻ്റെ അന്നൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ഒരു ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസിയായിരുന്നു. പ്രൈമറിലി മറ്റ് ടെക്നീഷ്യൻസ് മറ്റ് പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ടുള്ള ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തീർത്ത് തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും പറയണമെന്നില്ല. ഇപ്പം സത്യേട്ടൻ്റെ ഇപ്പം ഞാൻ പ്രകാശനൊക്കെയാണെങ്കിൽ ഞാൻ പ്രൊമോഷനൊന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യേട്ടനിൽ നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേട്ടർ ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതിൽ ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ല അതിന് മുമ്പ്. അപ്പം പടത്തിനൊരു ഇൻട്രോ കൊടുക്കേണ്ടത് ആവശ്യമായിട്ട് തോന്നുന്നു. അപ്പം അതുകൊണ്ടാണ് ഇതിലൊന്നുമല്ല ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ജോലി സിനിമകൾ ചെയ്യാനുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ നല്ല ജോലി എടുത്തു, സിനിമ പ്രൂവ് ചെയ്തു. ഇല്ല. മാമന്റെ ഷൂട്ടില് ഒരു സീൻ എടുത്തതിന് ശേഷം പിറ്റേ ദിവസം മാരി സാറിൻ്റെ അടുത്ത് ചേട്ടൻ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത സീൻ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാമെന്ന് അങ്ങോട്ട് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ട്. ഇതൊരു പുതിയ പരിപാടിയാണ്. അപ്പം ഇതിൽ അത്തരത്തിൽ എടുത്ത സീൻ പിന്നീട് വേറെ രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞ് ചേട്ടൻ ഡയറക്ടറിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. എൻ്റെ സിനിമ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് എല്ലാ സിനിമകളിലും അത് ഉണ്ടായിട്ടുണ്ട്. ഞാൻ പോയി റീഷൂട്ട് ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. ഏറ്റവും കൂടുതൽ സമയം എടുത്ത് റീഷൂട്ട് ചെയ്ത് അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ? സമയമെടുത്ത് പണിയായിട്ട് നമ്മൾ ഇല്ല, പെട്ടെന്ന് പുറത്ത് പറയാനൊന്നുമില്ല. പക്ഷേ എനിക്കെപ്പോഴും അങ്ങനെ റീഷൂട്ട് ചെയ്യുമ്പോൾ കുറേ കൂടെ ആ സീൻ കൺട്രോളിൽ വന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് ഓപ്റ്റ് ചെയ്യുന്നത്. ട്രാൻസിലൊരു സീക്വൻസ് ഉണ്ടായിരുന്നു. എത്ര റീഷൂട്ട് ചെയ്തിട്ടും ശരിയാകാതെ ആദ്യം ഷൂട്ട് ചെയ്ത് വെച്ച മലയാളത്തിൽ ഒരു സെറ്റ് ഓഫ് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ച് ഒന്നിനൊന്നിന് മലയാളി പ്രേക്ഷകർ ഫാദിക്ക എന്ന് പറയുമ്പോൾ ഈ ടൈപ്പ് കഥാപാത്രങ്ങളാണ് പ്രതീക്ഷിക്കാം. ഇത് ഒരു എക്സ്പെക്ടേഷൻ നിൽക്കുന്ന സമയത്ത് തമിഴിൽ പോയി വേറെ ലെവൽ ഓഫ് വില്ലനായിട്ടാണ് വിളിച്ചത്. പുഷ്പയിലെ കഥാപാത്രങ്ങൾ ചെയ്തു. ഇങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ചു.
അപ്പോൾ മലയാളത്തിൽ അതേപോലത്തെ ഒരു മാസ് വില്ലൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യാൻ ആഗ്രഹം, അത് ഇപ്പോൾ പോകുന്ന പോലത്തെ ട്രാക്ക് തന്നെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇല്ല, അങ്ങനെ ഒരു സിനിമ ഒത്തു വന്നാൽ ചെയ്യും. ചർച്ചകളുണ്ട്. വേറൊരു ഹീറോ മലയാളം ഇപ്പോൾ സെറ്റ് ഒരാളിങ്ങനെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്ത് മലയാളത്തിൽ തന്നെ ദൈവമാവാ അത് സെറ്റ് ആവുമോ, അത് ചെയ്യുന്നുണ്ടോ? പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടപ്പോൾ ഒരു അന്യഭാഷയിൽ ചെയ്ത് കാണുമ്പോൾ വാവും എന്ന് തോന്നും. നമ്മുടെ സ്വന്തം ഭാഷയിൽ ചെയ്യുമ്പോഴേക്കും അത് ചേരുമായിരുന്നോ, പുള്ളിക്കാരൻ ഈ സോണല്ലേ സെയിം ആയിട്ടുള്ളത് എന്നൊരു എപ്പോഴും നമ്മൾ പറയാറുണ്ട്. അങ്ങനൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് അങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. അതാണ് ഇതിന് വരുന്നുണ്ടോ? വരുന്നു. ഇല്ല, അതിന്റെ എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം വിക്രത്തില് മാമനില് വടിവേൽ സാറിന്റെ വില്ലനായിട്ട് അഭിനയിക്കാന്നുള്ളത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമായിരുന്നു. പുഷ്പയിൽ ബണ്ണിയുടെ കൂടെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറി ആണ്. ആസ് എ സിനിമ അത് നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് നിൽക്കുന്നത്. ഇതിലൊന്നും ഒരു പ്ലാനൊന്നുമില്ല. ഇപ്പം ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്. രജനി സാറായിട്ടുള്ള പടം ഹ്യൂമറാണ്. അപ്പം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. അതിനൊരു പ്ലാനൊന്നുമില്ല. എല്ലാം സേഫ്. എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസുമാണ്. ചെറിയ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ളൂ തോന്നുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴിൽ സിനിമകൾ വന്നിട്ടുള്ളത്. തമിഴിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താ പറയുക, നേരത്തെ പറഞ്ഞ ടാലന്റ് കൊളാബറേഷനായിട്ട് തന്നെ കാണുന്നുള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമ എന്നേക്ക് മാറ്റാനൊന്നും നമുക്കുള്ളൂ. നമ്മളവിടെ പോയി നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്കിപ്പം കമൽ സാറായിട്ടുള്ള റിലേഷൻ, രജനി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനതെല്ലാം വളരെ പോസിറ്റീവായിട്ടാണ്. ഇവിടെ എൻ്റെ പേര് ഫാസിൽ എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഒരാൾ എൻ്റെ ചോദ്യത്തിൽ ടീച്ചറിൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം ഫാസിൽ എന്ന് ചോദ്യം ചെയ്യുക. അപ്പോൾ അത് ഉമ്മയോടൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുള്ളൂ. എന്നോട് ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോകുന്നത്. ഇപ്പോൾ ടീച്ചറിൻ്റെ ചില കട്ടുകൾ ഈ രാജമണിക്കത്തിന് ചെറിയൊരു റെഫറൻസ് പോലെ കാണിക്കുന്നുണ്ട്. സ്പെക്കാലും സ്ലാങ്ങിൻ്റെ ചെറിയൊരു കാര്യം. അപ്പോൾ ഇതിൻ്റെ രംഗനെ ബ്രീഫ് ചെയ്യാൻ നേരത്ത് അൻവർക്കാട് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് ജിത്തു ക്ലിയർ ആയിട്ട് പറഞ്ഞു. എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളയൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇടുന്നൊരു ആൾ തന്നെയായിരുന്നു. പിന്നെ ഈ മീശയും സ്റ്റൈലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്തതായി ചെയ്തു. അല്ലാതെ വേറൊരു സിനിമയുടെ റെഫറൻസ് വെച്ചിട്ട് ചെയ്തതല്ല.